അസ്സലാമലൈക്കും നമസ്കാരം. ത്രെഡ് ആൻഡ് നീഡിൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ലിറ്റ് തയ്ക്കുന്നതാണ്. അറിയാൻ വയ്യാത്തവർക്ക് ഇതാണ്ട ഇത് ചുരിദാറിൻ്റെ ബാക്ക് കഴുത്താണ്. ബാക്ക് കഴുത്ത് തയ്ക്കുന്ന വിധം ചാനലിൽ കിടപ്പുണ്ട്. ഇതെങ്ങനെ തയ്ക്കുന്നതെന്ന് ആദ്യം ലൈനിങ്ങുമായിട്ടാണ് ചെയ്യേണ്ടത്. അതാണ്ട് ഫ്രണ്ട് അതിൻ്റെ നല്ല വശത്ത് തയ്യൽ വരുത്തില്ല, ബാക്ക് വശത്ത് മാത്രമേ തയ്യൽ വരുത്തുള്ളൂ. അത് തയ്ക്കുന്ന വീഡിയോ കിടപ്പുണ്ട്. നിങ്ങൾ കയറി കാണുന്ന ചാനലിൽ ത്രെഡ് ആൻഡ് നീഡിൽ അടിച്ചു കൊടുത്താൽ കാണും. ഇത് ബാക്കിൽ വരും. ഫ്രണ്ടിൽ നമുക്ക് തിരിച്ചിടുമ്പോൾ ഫ്രണ്ടിൽ ഹെമ്മിങ് ആണ് ചെയ്യേണ്ടത്. രണ്ട് വിധത്തിലാണ് ഇത് തയ്ച്ചേക്കുന്നത്. ഫ്രണ്ടിൽ ഹെമ്മിങ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും തയ്ച്ചതിന് ശേഷം. അപ്പോൾ നമുക്കിനി സ്ലിറ്റ് തയ്ക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. 1 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ അടിഭാഗത്ത് നമുക്ക് വീതി എടുക്കേണ്ടത്. സ്ലിറ്റ് തയ്ക്കാനുള്ള വീതി 1 ഇഞ്ച്. മുകളിലോട്ടൊക്കെ 1.5 ഇഞ്ച് വീതി എടുക്കും. പക്ഷേ സ്ലിറ്റ് തയ്ക്കുന്നതിന് 3 ഇഞ്ച് മുകളിലോട്ട് ഒരൊറ്റ തയ്യലാണ് താഴെ വരേണ്ടത്. 3 ഇഞ്ച് മുകളിൽ നിന്ന് വേണം തുടങ്ങാൻ ഒരു തയ്യൽ. മുകളിലോട്ട് 2-3 തയ്യൽ ഇതേമാതിരി നിൽക്കണം. 2-3 തയ്യൽ വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി നിൽക്കില്ല. ഇത് അങ്ങനെ ഒറ്റ തുണിയാക്കണം. ലൈനിങ്ങുമായിട്ട് ഒരു തുണിയാക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ് ഇത്. അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന തയ്യക്കാർക്കെല്ലാം അറിയാവുന്നതാണിത്. ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ച് മടക്കണം. പിന്നെ ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇങ്ങനെ ഇതേമാതിരി ചുരിദാർ തയ്ക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം ഇതേമാതിരി ഒരു പിന്ന് വാങ്ങിച്ചു വെക്കണം. മുട്ടപ്പിന്ന് ഒരു 1/2 ഇഞ്ച് മടക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടെ മടക്കുക. എന്നിട്ട് പിൻ ചെയ്തണം. താഴോട്ട് 2 സൈഡിലും ഇതേമാതിരി പിൻ ചെയ്യണം. പൊളഞ്ഞു പോവും, ശരിയാവത്തില്ല എന്നെല്ലാം പറയും. പക്ഷേ ഇങ്ങനൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണേ. ഇങ്ങനൊന്ന് തയ്ച്ചു നോക്ക്. അപ്പം നല്ല കറക്റ്റായിട്ട് സ്ലിറ്റ് വരും. ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. കാരണം തയ്യക്കാർക്കെല്ലാം അറിയാം, എളുപ്പം അവരങ്ങ് തയ്ച്ചെടുക്കും. ലൈനിങ്ങുമായിട്ട് കൂട്ടി യോജിപ്പിച്ചില്ലേലും 2 സൈഡിലും അങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. പിൻ ചെയ്ത് വെച്ച് തയ്ക്കാൻ മെഷീനകത്തോട്ട് കയറി ഞാൻ ഒരു സൈഡിൽ കൂടെ തയ്ക്കണം. പിന്ന് വരുന്ന ഭാഗം ഇത് ഞാൻ താഴെ കൂടെയും തയ്ക്കും, മുകളിൽ കൂടെയും തയ്ക്കും. താഴേന്ന് ഞാൻ മുകളിൽ നിന്ന് സ്ലിറ്റിൻ്റെ അടിഭാഗത്തു നിന്നാണ് തയ്ക്കുന്നത്. താഴേന്ന് ഞാൻ തയ്ക്കുന്നില്ല ഇപ്പം. ഇതാണ് എളുപ്പം. എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നതും വൃത്തിയായിട്ട് തോന്നുന്നതും ഇതാണ്. അന്നേരം ചുളുക്കം വരത്തില്ല. അടിയിൽ നിന്ന് വരുമ്പോൾ ചില തുണിക്ക് ചുളുക്കം വരും. ഇങ്ങനെ ഒന്ന് തയ്ച്ച് നോക്കുക. മേളിൽ നിന്ന് സ്ലിറ്റിൻ്റെ അടിഭാഗത്ത് നിന്ന് തയ്ച്ചതാണ്ട് സൂചിയിൽ മുട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് ഊരി മാറ്റി കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇനി അവിടെ വരുമ്പോൾ ആ പിന്നൊന്ന് ഊരി മാറ്റണം. ആ തയ്ക്കാൻ വരുന്ന സമയത്ത് നമ്മൾ പിന്നൂറ്റി ഒന്ന് നല്ല നമുക്ക് മടക്കി കൊടുത്താൽ മതി. അത് കട്ട് ചെയ്യുക. ഇനി അപ്പുറത്തെ സൈഡ്, അടുത്ത സൈഡ് നമുക്ക് സാധാരണ എല്ലാവരും തയ്ക്കുന്ന ഈ അടിഭാഗത്ത് നിന്നാണ് മുകളിലോട്ടാണ് വരുന്നത്. എന്നിട്ട് മൊത്തം 2 സൈഡും അങ്ങനെ തയ്ക്കും. ഇതിപ്പം ഞാൻ മുകളിൽ നിന്ന് എടുത്തുണ്ടാവും, ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് തയ്ച്ചെത്തില്ലേ ഒരു സൈഡ്. ഇതേമാതിരി ഒന്ന് തയ്ച്ചു നോക്കാം. ആ പിന്നും അങ്ങ് ഊരി അകത്തോട്ട് ആ മടക്കൊക്കെ ഒന്ന് അകത്തോട്ട് വെച്ച് കൊടുക്കണം. ഒരു വിരൽ കൊണ്ട് നമുക്കൊന്ന് മടക്കി കൊടുത്താൽ മതി. നമ്മൾ തയ്ച്ചുകൊണ്ട് ഇടത്തെ കൈയുടെ വിരലൊന്ന് വെച്ച് കൊടുത്താൽ റെഡി ആയിരിക്കും. എനിക്കും ആദ്യം അറിയത്തില്ലായിരുന്നു എങ്ങനെ തയ്ച്ചാലും ശരിയാവത്തില്ല. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കിയപ്പം കറക്റ്റ് പിൻ ചെയ്ത് കൊടുത്തു. നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇച്ചിരി ആദ്യമൊക്കെ പിന്നൊക്കെ ചെയ്ത് വെക്കണം. അങ്ങനെയൊക്കെ. പിന്നെ നിങ്ങൾ തേച്ച് കൊടുത്താലും കുഴപ്പമില്ല. തേച്ച് കൊടുത്താലും നല്ല ഉണക്ക് വരും. മടക്കി വെച്ചിട്ട് തേച്ച് കൊടുത്താലും നല്ല ഉണക്ക് വരും. അങ്ങനെയും ചെയ്ത് നോക്കും. ഓരോരുത്തരുടെ ഓരോ വാക്ക് ഓരോ ഇതാക്കില്ല, കൈവാക്കല്ല തയ്ക്കുന്നതിന്. ഇനി കെട്ടിട്ട് അവിടെ നിന്ന് ഇറക്കണം. ഒരിതും ഇല്ലാതെ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വക്ക് ഭാഗത്തിൽ കൂടെ ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പുറത്തെ സൈഡും ഇതേമാതിരി തയ്ക്കണം. ഒരു സൈഡ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. തയ്ച്ചതിന് ശേഷം 2 സൈഡും കാണിക്കാം. തിരിച്ചു വെച്ച് അവിടെ കുത്തി നിർത്തിക്കോട് തിരിച്ചു വരണം. എന്ത് പെട്ടെന്നാണ് തയ്ച്ചെടുത്ത സ്ലിറ്റ്. അങ്ങനെ തയ്ച്ച് തീർന്ന് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും ഇതേമാതിരി അപ്പുറത്തെ സൈഡും ഇതേമാതിരി നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കി തയ്ക്കാം. അത് 1/2 ഇഞ്ച് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നത്. 1/2 ഇഞ്ച് ആദ്യം ഒന്ന് മടക്കുക, പിന്നെ 1/2 ഇഞ്ച് മടക്കുക. അപ്പോൾ കറക്റ്റ് ആവും.
ആദ്യം കെട്ടിട്ട് തയ്ക്കുക. ഇങ്ങനെ മടക്കി 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 കൊടുക്കുക. അതിന് ഞാൻ പിൻ ചെയ്യേണ്ടവർക്ക്, ഭയങ്കര പാടുള്ളവർക്ക് പിൻ ചെയ്ത് മടക്കി തയ്ക്കാം. ആ സൈഡ് തയ്ച്ച് തീർന്ന് ഇനി ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. വക്ക് ഭാഗത്തൂടെ അങ്ങനെ തയ്ക്കണം. തയ്ച്ച് തീർന്നു. കണ്ട എന്ത് നീറ്റായി തേക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.